Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിന് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റേറ്റ് എന്താണെന്നും റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്നും എന്തൊക്കെയാണ് റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നും അതുപോലെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, ഓർഡർ, മോളിക്കുലാരിറ്റി, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്താണെന്നും അതുപോലെ ഹാഫ് ലൈഫ് പീരീഡ് എന്താണെന്നും ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഫാക്ടേഴ്സ് ആണ് റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒന്ന് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത്, ഒന്ന് കോൺസെൻട്രേഷൻ, മറ്റൊന്ന് ടെമ്പറേച്ചർ, ഇനി കാറ്റലിസ്റ്റ്. ഇങ്ങനെ 3 ധാരാളം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ 3 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും കുറച്ചും കൂടി നമുക്ക് ടെമ്പറേച്ചറിനെ കുറിച്ച് കുറച്ചും കൂടി കാറ്റലിസ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാനുണ്ട്. എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആക്ടിവേഷൻ എനർജി ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയാണ്. ആക്ടിവേഷൻ എനർജി എന്താണ്? ആക്ടിവേഷൻ എനർജി ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നടത്തുമ്പോൾ ആ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന റിയാക്ടൻ മോളിക്യൂൾസിന് കംപ്ലീറ്റ് ആയിട്ടും ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടൊരു മിനിമം എനർജി ഉണ്ടാവണം നിർബന്ധമില്ല. കുറച്ച് എനർജി ഉണ്ട്, പക്ഷേ ആ എനർജി ഉപയോഗിച്ചിട്ട് അതിന് എഫക്റ്റീവായിട്ട് റിയാക്ഷൻ നടത്തിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് നമ്മൾ ചെയ്യുന്നത്? യൂഷ്വലി അതിനൊരു മിനിമം കൈനറ്റിക് എനർജി ഉണ്ടാവും. മിനിമം എനർജി, അതായത് മിനിമം ഒരു കൈനറ്റിക് എനർജി റിയാക്ടൻ മോളിക്യൂൾസിന് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാകും. പക്ഷെ അതിനുള്ള എനർജി കൊണ്ട് അതിന് എന്ത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. കെമിക്കൽ റിയാക്ഷൻ വളരെ എഫക്റ്റീവായിട്ട് നടത്തിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എക്സ്ട്രാ എനർജി അതിന് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്മൂത്തായിട്ട് അതിന് കെമിക്കൽ റിയാക്ഷൻ നടത്താൻ സാധിക്കും. അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന എനർജിയാണ് എന്ന് വിളിക്കുന്നത് ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ട മിനിമം എനർജിയാണ്. ഈ മിനിമം എനർജി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് എന്ത് ചെയ്തോളും? പരസ്പരം റിയാക്ട് ചെയ്യും, അതായത് കൊളൈഡ് ചെയ്യും. നമ്മൾ കൊളീഷൻ തിയറിയിൽ അതാണ് പറയുന്നത്. കൊളീഷൻ തിയറിയിൽ പറയുന്നത് റിയാക്ടൻ മോളിക്യൂൾസിന്റെ കൊളീഷൻ കൊണ്ടിട്ടാണ് എന്ത് നടക്കുന്നത്? റിയാക്ഷൻ നടക്കുന്നത്. ഒരുപാട് കൊളീഷൻ നടക്കുന്നുണ്ടെങ്കിലും അത് എഫക്റ്റീവ് ആകണമെങ്കിൽ ധാരാളം ഫാക്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? അതിന് റിയാക്ഷൻ നടത്താൻ, അതല്ലെങ്കിൽ കൊളൈഡ് ചെയ്യാൻ എന്താവശ്യമാണ്? ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്ടിവേഷൻ എനർജി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, according to the Arrhenius, the reaction between H2 gas and I2 gas can take place only when a molecule of hydrogen and a molecule of iodine collide to form an unstable intermediate. Arrheniusന്റെ റിയാക്ഷനിൽ അറീനിയസിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെ ഞാൻ H2 മോളിക്യൂളിനെയും I2 മോളിക്യൂളിനെയും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ആറ്റം, അതായത് H2, 2 അയഡിൻ ആറ്റം, അതായത് I2, രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? ഡെഫിനറ്റ് ആയിട്ടും കൊളീഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ റിയാക്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ആകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അതിന് എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഉണ്ടാകുന്നുണ്ട്. അതല്ലാതെ റിയാക്ടന്റ് തമ്മിൽ റിയാക്ട് ചെയ്ത് സഡൻ ആയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയല്ല ചെയ്യണത്. അതിന് മുമ്പായിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നുണ്ട്. അതിനാണ് ഇവിടെ ആ ഇന്റർമീഡിയറ്റ് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു കെമിക്കൽ റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ആ കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ട് മുഴുവനും കെമിക്കൽ റിയാക്ഷനും എഫക്റ്റീവായിട്ട് നടന്നുകൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ഷൻ എഫക്റ്റീവായിട്ട് നടക്കാൻ, അതല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ടൻ മോളിക്യൂൾസ് സഫീഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നു? ഒരു എക്സ്ട്രാ എനർജി കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്ന എക്സ്ട്രാ എനർജിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. ഈ ആക്ടിവേഷൻ എനർജി അബ്സോർബ് ചെയ്തിട്ടല്ലേ, അല്ലെങ്കിൽ ഈ ആക്ടിവേഷൻ എനർജി നമ്മൾ കൊടുക്കുന്ന ആക്ടിവേഷൻ എനർജി അത് അക്സെപ്റ്റ് ചെയ്യുകയും അതുമൂലം എന്തുണ്ടാവുകയും ചെയ്യുന്നു? ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു.
എന്നിട്ട് ഈ ആക്ടിവേറ്റർ കോംപ്ലക്സുകൾ ഡീകമ്പോസിഷൻ നടന്നിട്ട് അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റ് നടന്നിട്ടാണ് എന്തുണ്ടാകുക, പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് റിയാക്റ്റൻസ് ആണ്. എന്ത് ചെയ്യുന്നു, നമ്മളൊരു മിനിമം എനർജി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. എനർജി പ്രൊവൈഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തോളും, റിയാക്ട് ചെയ്യുന്നു. then there is an activated complex is formed in between the reactant and product. നോക്കൂ, ബോണ്ട് ബ്രേക്കേജും ബോണ്ട് ഫോർമേഷനും നടക്കുന്നുണ്ട്. ഹൈഡ്രജനും തമ്മിലും അയഡിനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ഹൈഡ്രജനും അയഡിനും തമ്മിലുള്ള ബോണ്ട് ഫോർമേഷൻ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്ന ശ്രദ്ധിക്കും. ഇത് വളരെ ഷോർട്ട് ലീവ്ഡും ഹൈ എനർജറ്റിക്കുമാണ്. ഇന്റർമീഡിയറ്റ് ഷോർട്ട് ലീവ്ഡും ആൻഡ് ഹൈ എനർജറ്റിക്കുമാണ്. അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തുണ്ടായി, 2 HI മോളിക്യൂൾ ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നു. The energy required to form an unstable intermediate which is midway between the reactant and product. റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെ ഒരു മിഡ്വേയിലാണ് ആരുള്ളത്, ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന മിനിമം എനർജി യൂസ് ചെയ്ത് ആ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ മിനിമം എനർജി യൂസ് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യുന്നു, റിയാക്ടൻസ് എന്ത് ചെയ്യുന്നു, പരസ്പരം കൊളൈഡ് ചെയ്യുകയും ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ഇടയിൽ ഷോർട്ട് ലീവ്ഡ് ആയിട്ടും ഹൈ എനർജറ്റിക് ആയിട്ടും ഉണ്ടാവുകയും ചെയ്യുന്നു. ആ നമ്മൾ കൊടുക്കുന്ന മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്ടിവേഷൻ എനർജി. ഇനി നോക്കാം, the unstable intermediate obtained by plotting potential energy versus reaction coordinate is the activated complex. അടുത്ത സ്ലൈഡിൽ കാണാം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷോർട്ട് ലീവ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഗ്രാഫ്. നോക്കൂ, അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് റിയാക്ഷൻ കോർഡിനേറ്റ് എനർജിയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിൽ എക്സ് ആക്സിൽ റിയാക്ഷൻ കോർഡിനേറ്റ് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. അവിടെ ഹൈഡ്രജനും അയഡിനും റിയാക്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതിന് നോക്കൂ, ഈ ഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരു മിനിമം എനർജി ഓൾറെഡി ഉണ്ട്. അവിടെ ഓൾറെഡി അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ആർക്ക്, ഹൈഡ്രജനും അയഡിനും. നമ്മൾ കുറച്ചും അത് പറഞ്ഞതാണ്. ഇത്രയും അതാണ് കുറച്ചും കൂടി പൊക്കി വരച്ചാണ്, അല്ല താഴെ തന്നെ അല്ല വരച്ചിരിക്കുന്നത്. 0 ഒന്നുമല്ല, 0 ഒന്നുമല്ല അതിന്റെ എനർജി മിനിമം, ഐ മീൻ 0 ഒന്നും അല്ല അതിന്റെ ബിഗിനിങ്ങിലുള്ള എനർജി. അതിന് ഓൾറെഡി ഒരു എനർജി ഉണ്ട്, പക്ഷെ അതിനുള്ള എനർജി ഉണ്ട്, അതിന്റെ ഇൻബോണായ എനർജി ഉണ്ട്. അതിന് എന്ത് ചെയ്യണം നിർബന്ധമില്ല, പരസ്പരം കൊളൈഡ് ചെയ്തോളും, പക്ഷേ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എനർജി അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. there is a minimum amount of energy here. അതാണ് നമ്മൾ കുറച്ച് പൊക്കി വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു എനർജി. പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കൂ, കണ്ട എനർജി, അതാ എനർജി അബ്സോർബ് ചെയ്യുകയും അവസാനം ആക്ടിവേഷൻ എനർജി അതിന് കിട്ടിയുണ്ടോ. ഇത്രയും എനർജിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്, ആക്ടിവേഷൻ എനർജി. എന്നിട്ട് അത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടായി. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകാനുള്ള എനർജിയെ നമ്മൾ എന്തും വിളിക്കും, ത്രെഷോൾഡ് എനർജി എന്നും വിളിക്കും. അപ്പൊ നമ്മൾ അതിന് ഓൾറെഡി ഉള്ള എനർജി പ്ലസ് ആക്ടിവേഷൻ എനർജി, അതാണ് എന്ത്, ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അതും ശ്രദ്ധിക്കുക, ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് ഇതിന് ഓൾറെഡി ഒരു കൈനറ്റിക് എനർജി ഉണ്ട് ഇത്രയും. അത് കൂടാതെ നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്ത ആക്ടിവേഷൻ എനർജി ഇത്രയും. ഇനി അതിന്റെ താഴെ തൊട്ട് മോള് വരെയുള്ള എനർജിയാണ് എന്ത്, ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അതായത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ഓൾറെഡി ഉള്ള എനർജിയുടെ കൂടെ ഈ ആക്ടിവേഷൻ എനർജി ആഡ് ആകുന്നു. അങ്ങനെ അതിനെന്ത് കിട്ടുന്നു, ത്രെഷോൾഡ് എനർജി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ എന്തുണ്ട്, ത്രെഷോൾഡ് എനർജി ഉള്ളത് കാരണമാണ്, ത്രെഷോൾഡ് എനർജി ഉണ്ട് അതിന്. അതുകൊണ്ടാണ് അത് എന്തുണ്ടായത്, ആക്ടിവേറ്റഡ് കോംപ്ലക്സുകൾ ഉണ്ടായത്. പിന്നീട് അതിന്റെ റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. The reaction coordinates represents the profile of energy change when reactant change into product. ഇനി മാക്സ്വെൽ ബോൾട്സ്മാന്റെ ഒരു എനർജിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 11th സ്റ്റാൻഡേർഡിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ. അതിനെ നമ്മൾ കണ്ടതാണ് നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് വേഴ്സസ് കൈനറ്റിക് എനർജി. നമ്മൾ 3 തരത്തിലുള്ള വെലോസിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അവിടെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, ദെൻ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞ 3 വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പറഞ്ഞതാണ് ഒരുപാട് എനർജിയുള്ള മോളിക്യൂളുകളുമില്ല, വളരെ കുറച്ച് എനർജിയുള്ള മോളിക്യൂളുകളുമില്ല, ഹയർ എനർജിയുള്ള മോളിക്യൂളും ഇല്ല, ലോവർ എനർജിയുള്ള മോളിക്യൂളും ഇല്ല, ആവറേജ് എനർജിയുള്ള മോളിക്യൂളുകളാണ് കൂടുതൽ ഉണ്ടാവുക.
അതിന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ എനർജി എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് പ്രോബബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്കവാറും മോളിക്യൂളിനുള്ള എനർജി, അതാണ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എനർജി എന്ന് വിളിക്കുന്നത്. അതിന്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാടില്ല, ഏകദേശം ഒരു ആവറേജ് മോളിക്യൂളുകളായിരിക്കും എന്തുണ്ടാകുന്നത്? ഹൈ എനർജി ഉള്ള മോളിക്യൂളുകളായിരിക്കുന്നത്. ഇനി നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രാഫ് വന്നിരിക്കുന്നത്. The peak of the curve corresponds to the most probable kinetic energy, that is kinetic energy of maximum fraction of molecule. അതായത് എന്തുമാത്രം മോളിക്യൂളിനാണ് മാക്സിമം എനർജി ഉള്ളത്, അതാണ് എനർജി നമ്പർ ഓഫ് മോളിക്യൂൾസ് വേഴ്സസ്, അങ്ങനെയുള്ള നമ്മൾ കഴിഞ്ഞ ഗ്രാഫിൽ കണ്ടത് നമ്പർ ഓഫ് മോളിക്യൂൾസ് വേഴ്സസ് എനർജി, ഇങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഇതിങ്ങനെയായിരുന്നു ഗ്രാഫ് പോയത്. അതായത് എനർജി ഇത്രയും എനർജിയുള്ള എത്ര മോളിക്യൂളുണ്ട്, ഇത്രയും എനർജിയുള്ള എത്ര മോളിക്യൂളുണ്ട്, ഇത്രയും എനർജിയുള്ള എത്ര മോളിക്യൂളുണ്ട്, അങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് ഇത്രയും മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ എനർജി ഇത്രയായിരിക്കും. ഓക്കെ, അതായത് ഇത്രയും എണ്ണം മോളിക്യൂളിന് ഉള്ള കൂടുതൽ എണ്ണം മോളിക്യൂളിന്റെ എനർജി, അതാണ് എന്ത് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, on increasing the temperature, the maximum of the curve moves to the higher energy area. There is a greater proportion. ഇനി ഇവിടെ fraction of molecules versus kinetic energy പിക്ചർ വരച്ചിട്ടുണ്ട്. fraction of molecules versus kinetic energy. അപ്പൊ നമ്മൾ പറഞ്ഞു ധാരാളം എനർജിയുള്ള മോളിക്യൂളുകളും കുറവായിരിക്കും, വളരെ കുറച്ച് എനർജിയുള്ള മോളിക്യൂളുകളും കുറവായിരിക്കും, ഒരു ആവറേജ് എനർജിയുള്ള മോളിക്യൂളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ലോവർ ഹയർ എന്ന് കൊടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല. അപ്പം ഇത് എനർജി അബ്സോർബ് ചെയ്തു, ആക്ടിവേഷൻ എനർജി അബ്സോർബ് ചെയ്തു, ഇത്രയും ഏരിയയിൽ ഉള്ള മോളിക്യൂള് കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റുകൾ ഉണ്ടായി എന്നാണ് കാണിച്ചിരിക്കുന്നത്, അത്ര ഏരിയയിലുള്ള മോളിക്യൂള്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ രണ്ട് ഡിഫറെന്റ് എനർജിയിലാണ് കൊടുത്തിരിക്കുന്നത്. കൈനറ്റിക് എനർജി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഹയർ ഇത് ലോവർ ടെമ്പറേച്ചർ, ഹയർ ടെമ്പറേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടെമ്പറേച്ചർ കുറവ്, ഇത് ടെമ്പറേച്ചർ കൂടുതൽ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇത് ടെമ്പറേച്ചർ കുറവായിരുന്ന ഗ്രാഫിന്റെ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ഇത്ര ഏരിയയിലുള്ള മോളിക്യൂൾ ആണ് കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റ് ആകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ലോവർ ടെമ്പറേച്ചർ ഗ്രാഫില് ഇത്രയും ഏരിയയിൽ മാത്രമേ ഈ പർട്ടിക്കുലർ ഏരിയയിലുള്ള മോളിക്യൂൾ മാത്രമാണ് കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റ് ആവുന്നത്. ടെമ്പറേച്ചർ കൂടിയപ്പോ എന്ത് പറ്റി? ടെമ്പറേച്ചർ കൂടിയപ്പം അതൊന്നുകൂടി ബ്രോഡനായി ഇങ്ങോട്ടായി. അതായത് ഇത്രയും കൂടി ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ബ്രോഡനായി പോയപ്പം ഇത്രയും കൂടി പോർഷൻ എന്തായിട്ട് മാറിയിട്ടുണ്ട്? കൂടുതൽ മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്യാനും പ്രോഡക്റ്റ് ആവാനും ട്രൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? അരീനിയസ് പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുതൽ കൊളീഷൻ നടക്കാനും കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. നോക്കൂ, ഇവിടെ എഴുതിയിട്ടുണ്ട് ലാർജ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ റിയാക്ട് അറ്റ് ഹയർ ടെമ്പറേച്ചർ, മിനിമം എനർജി നീഡഡ് ഫോർ ദ റിയാക്ഷൻ, മിനിമം എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ലോവർ ടെമ്പറേച്ചറിലായിരുന്നപ്പോൾ കുറച്ച് മോളിക്യൂളുകളെ കൊളൈഡ് ചെയ്ത് പ്രൊഡക്റ്റ് ആവാൻ ശ്രമിച്ചിട്ടുള്ളൂ എങ്കിൽ ഹയർ എനർജി ആയപ്പോൾ എന്താണ്? ലാർജ് എമൗണ്ട് ഓഫ് മോളിക്യൂൾ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ട്രൈ ചെയ്തിട്ടുണ്ട്, കൊളൈഡ് ചെയ്യാനും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം അരീനിയസിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി അരീനിയസിന്റെ ഇക്വേഷൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയപ്പം രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ എടുത്തിട്ട് അരീനിയസിന്റെ ഇക്വേഷൻ മോഡിഫൈ ചെയ്തിരിക്കുന്നതാണ് കാണാൻ പോകുന്നത്. ഫ്രം അരീനിയസ് ഇക്വേഷൻ log k is equal to നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, k is equal to a into e raised to minus ea divided by rt. ഓക്കെ, ഇനി ഇത് നമ്മൾ ലോൺ ഒക്കെ കൊടുത്തു, ln k equal to ln a minus ea divided by rt. ഓക്കെ, ഇത് നമ്മൾ ലോഗ് കൊടുത്തപ്പോൾ എന്തായി? log k equal to log a minus ea divided by 2.303 RT എന്നാണ് വന്നത്. രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ എടുത്തു. ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ ഓർ ഡിക്രീസിംഗ് ദ ആക്ടിവേഷൻ എനർജി വിൽ റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. നമ്മൾ K1 K2 രണ്ട് റേറ്റ് കോൺസ്റ്റന്റ് കൺസിഡർ ചെയ്തു. അതുപോലെ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ എടുത്തപ്പോൾ രണ്ട് ഡിഫറെന്റ് എന്ത് കിട്ടി? ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. log K1 equal to log a minus 2.303 RT1, log K2 equal to log a minus ea by 2.303 RT2.
ഇനി നമ്മൾ K1 മൈനസ് K2 ചെയ്തു. അപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആണ് ഇത്. log K1 മൈനസ് log K2 ഈക്വൽ ടു EA ബൈ 2.303 R 1 ബൈ T1 മൈനസ് 1 ബൈ T2. ഇത് വേണമെങ്കിൽ നമുക്ക് log K1 മൈനസ് K2 അത് നമുക്ക് വേണമെങ്കിൽ log K2 ബൈ K1 എന്ന് എഴുതാം. ഈക്വൽ ടു EA ബൈ 2.303 R 1 ബൈ T1 മൈനസ് 1 ബൈ T2 അല്ലെങ്കിൽ T2 മൈനസ് T1 ബൈ T1 T2 എന്ന് എഴുതാം. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ് എന്താണെന്ന്. എന്താണ് കാറ്റലിസ്റ്റ്? ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് കണ്ടു. ടെമ്പറേച്ചറും കാറ്റലിസ്റ്റ് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ് എന്നാണ് പറഞ്ഞത്. എന്താണ് കാറ്റലിസ്റ്റ്? വാട്ട് ഈസ് കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനെ ഓൾട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് ആക്ച്വലി കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷനെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കാറ്റലിസ്റ്റ് എന്ന വേർഡ് യൂഷ്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ റിയാക്ഷനെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനാണ്. ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പം കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഓൾട്ടർ എന്നും ചില ബുക്കുകളിൽ കാണുന്നുണ്ട്, ഇൻക്രീസ് എന്നും കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാറ്റലിസ്റ്റ് ഈസ് സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ്. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് കെമിക്കൽ കമ്പൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് റിയാക്ടന്റ് മോളിക്യൂൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ നമ്മുടെ കാറ്റലിസ്റ്റുമായിട്ട് ചേർന്ന് ഒരു ചെറിയ ബോണ്ട് അവരുണ്ടാക്കുന്നുണ്ട്. അത് കുറച്ചു നേരം കഴിയുമ്പോൾ ബോണ്ട് ഫോർമേഷൻ നടന്ന് പിന്നീട് പ്രോഡക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ആ കാറ്റലിസ്റ്റ് അവിടെ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാൻ. അതിന് പ്രത്യേകിച്ച് ചേഞ്ചുകൾ ഉണ്ടാവില്ല. കാറ്റലിസ്റ്റ് ഇറ്റ് സെൽഫ് തന്നെ അതിനൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല. കെമിക്കൽ റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. എക്സാമ്പിൾ KClO3 ഡീകമ്പോസിഷന് മാംഗനീസ് ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ പൊട്ടാസ്യം ക്ലോറൈഡും ഓക്സിജനും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ MnO2 എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഹിബിറ്ററിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആഡഡ് സബ്സ്റ്റൻസ് റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. റെഡ്യൂസ് ചെയ്യിപ്പിച്ചാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കുറച്ചാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോർമേഷൻ തിയറിയാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കുറച്ചു മുമ്പ് പറഞ്ഞു, എന്താണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുന്നതിന്റെ കാര്യം പറഞ്ഞു. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുന്ന സ്റ്റേജിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് എന്നാണ് വിളിച്ചത്. ഇനി ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ഈ തിയറി അനുസരിച്ച് catalyst participate. According to this theory, a catalyst participate in a chemical reaction by forming temporary bonds with the reactant, resulting in നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് റിയാക്ടന്റ് മോളിക്യൂൾസുമായിട്ട് കാറ്റലിസ്റ്റ് ഒരു ടെമ്പററി ബോണ്ട് ഫോം ചെയ്യിക്കുന്നുണ്ട്. ടെമ്പററി ബോണ്ട് ഫോർമേഷൻ നടന്നിട്ട് അതിന്റെ സർഫസിൽ വെച്ചിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അതിന്റെ സർഫസിൽ വെച്ച് കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് ആ ബോണ്ട് പൊട്ടിച്ച് പുറത്തേക്ക് പോവുകയും ഫൈനലി പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ്, അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ്. കാറ്റലിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് ഇന്റർമീഡിയറ്റുകൾ ഉണ്ടാകുന്നത്. ദ കാറ്റലിസ്റ്റ് provide an alternate pathway of reaction mechanism by reducing the activation energy. അപ്പോൾ ആക്ടിവേഷൻ എനർജി കുറയ്ക്കാനുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് പാത്വേ ആണ് ആര്? കാറ്റലിസ്റ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു മിനിമം എനർജി, ഓൾറെഡി ഒരു എനർജി റിയാക്ടന്റ് മോളിക്യൂളിനുണ്ട്. പക്ഷെ ആ എനർജി ഉപയോഗിച്ച് അതിന്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കണം നിർബന്ധമില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആക്ടിവേഷൻ എനർജി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഇപ്പം ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ട ആക്ടിവേഷൻ എനർജി ഇത്രയുമാണ്. ഓക്കെ, അതേസമയം അത് കാറ്റലിസ്റ്റ് ഇല്ലാത്ത റിയാക്ഷനാണ്. അതേസമയം ഞാൻ ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ആക്ടിവേഷൻ എനർജി കുറച്ചു. അതായത് ഇത്രയും എനർജി ആവശ്യമില്ല, അപ്പം അത്രയും എനർജി ആവശ്യം എന്ന് പറഞ്ഞാൽ അത്രയും എനർജിയുള്ള മോളിക്യൂളുകളെ കൊളൈഡ് ചെയ്യുകയും
പ്രോഡക്റ്റ് ആക്കുകയും ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ കാറ്റലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ആക്ടിവേഷൻ എനർജി ആവശ്യമില്ല. ഇത്രയും ചെറിയ ആക്ടിവേഷൻ എനർജി കൊണ്ട് അത് എന്ത് ചെയ്തോളും? അപ്പൊ കൂടുതൽ മോളിക്യൂളുകൾ ഓക്കെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആക്ടിവേഷൻ എനർജി ഇത്രയും ആയിരുന്നു എങ്കിൽ അത്രയും മോളിക്യൂളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കൊളൈഡ് ചെയ്യുകയും. കാരണം അത്രയും എനർജി ഒരുപോലെ കുറച്ച് മോളിക്യൂളിന് കിട്ടണം നിർബന്ധമില്ല. അപ്പൊ അത് ചിലപ്പോൾ കുറച്ച് മോളിക്യൂളിന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാകുമ്പോൾ അത്രയും മോളിക്യൂൾ അല്ലേ കൊളൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും പ്രോഡക്റ്റിന്റെ എമൗണ്ട് കുറയും. അതേസമയം കാറ്റലിസ്റ്റ് ഇട്ട് കൊടുത്താൽ അയാൾ ഒരു ഓൾട്ടർനേറ്റ് പാത്വേ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്തിക്കാതെ കൂടുതൽ മോളിക്യൂളുകൾ, അത്രയും എനർജി വേണ്ട. അപ്പം അതിനേക്കാൾ താഴ്ന്നാൽ അത്രയും താഴെ എനർജിയുള്ള മോളിക്യൂളുകൾ പോലും, ആക്ടിവേഷൻ എനർജി കൂടുതൽ എന്ന് പറഞ്ഞാൽ അത്രയും എനർജിയുള്ള മോളിക്യൂളുകൾക്കേ കൊളൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ആക്ടിവേഷൻ എനർജി താഴ്ത്തി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അധികം മോളിക്യൂളുകൾക്ക് കൊളൈഡ് ചെയ്യാനും പ്രോഡക്റ്റ് ഉണ്ടാകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ദ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ഇതാണ് പറയുന്നത് നമ്മള്. അപ്പൊ അങ്ങനെ ആക്ടിവേഷൻ എനർജി കുറച്ച് ഒരു ഓൾട്ടർനേറ്റ് പാത്വേ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാറ്റലിസ്റ്റ്. ഇനി കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കാറ്റലിസ്റ്റ് ഞാൻ പറഞ്ഞു ഇറ്റ് സെൽഫ് നോ ചേഞ്ച്. അതുപോലെ ഗിബ്സ് എനർജി ഒന്നും ഓൾട്ടർ ചെയ്യില്ല കാറ്റലിസ്റ്റ്. അതുപോലെ ഡെൽറ്റ ജി ഓഫ് എ റിയാക്ഷൻ ഇറ്റ് കാറ്റലൈസസ് ദ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ബട്ട് ഡസ് നോട്ട് കാറ്റലൈസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഒന്നും കാറ്റലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അതുപോലെ ഡസ് നോട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഒന്നും പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഒന്നും ഇത് ബാധിക്കില്ല. നമ്മൾ അത് കഴിഞ്ഞ് 11th സ്റ്റാൻഡേർഡിൽ ഇക്വിലിബ്രിയം എന്നുള്ള ടോപ്പിക്കിൽ അത് പഠിച്ചിട്ടുള്ളതാണ്. ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത്. ഇനി അടുത്ത് പറയുന്നത് കൊളീഷൻ ഫ്രീക്വൻസിയെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു കൊളീഷൻ തിയറിയിൽ കൊളീഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതിനകത്ത് റിയാക്ടൻ മോളിക്യൂൾ കൊളൈഡ് ചെയ്തെങ്കിൽ മാത്രമേ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് വേണ്ട ആവശ്യമായ എനർജിയാണ് നമ്മൾ മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി ചേർന്ന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ അതിനെന്താണ് ഒരു ത്രെഷോൾഡ് എനർജി ഉണ്ട്. അങ്ങനെ ത്രെഷോൾഡ് എനർജി കിട്ടി കൂടുതൽ മോളിക്യൂൾ റിയാക്ട് ചെയ്യുകയും കൂടുതൽ മോളിക്യൂൾ കൊളൈഡ് ചെയ്യുകയും ചെയ്ത് ഫൈനലി അതിനൊരു ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു റീഅറേഞ്ച്മെന്റ് നടന്ന് പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി അതിനകത്തുള്ള ഒരു ടേമാണ് കൊളീഷൻ ഫ്രീക്വൻസി. എന്താണ് കൊളീഷൻ ഫ്രീക്വൻസി? ദ നമ്പർ ഓഫ് കൊളീഷൻസ് ബിറ്റ്വീൻ ദ റിയാക്ടിംഗ് മോളിക്യൂൾസ് ടേക്കിംഗ് പ്ലേസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. അതിനെയാണ് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് കൊളീഷൻ ബിറ്റ്വീൻ ദ റിയാക്ടിംഗ് മോളിക്യൂൾ തമ്മിലുള്ള കൊളീഷൻ, അതിന്റെ നമ്പർ ഓഫ് കൊളീഷൻ ആണ്. എവിടെ? ഒരു സെക്കൻഡിൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന റിയാക്ടൻ മോളിക്യൂൾസിന്റെ നമ്പർ ഓഫ് കൊളീഷൻസിനെയാണ് എന്ത് വിളിക്കുക? കൊളീഷൻ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. A+B ഗീവ് പ്രൊഡക്റ്റ്. അതിന്റെ റേറ്റ് എഴുതിയിരിക്കുന്നതാണ് Z ഈക്വൽ ടു ZAB ഇൻറ്റു E റൈസ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ എ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഫാക്ടർ അല്ലെങ്കിൽ അരീനിയസ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇക്വേഷൻ തന്നെയാണ് ഇത് റീഅറേഞ്ച് ചെയ്തത്. ZAB എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഫ്രീക്വൻസിയാണ്. E റൈസ് ടു മൈനസ് EA/RT എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് എ മോളിക്യൂൾ വിത്ത് എനർജീസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ EA. ഇനി നമ്മൾ കൊളീഷൻ മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതെന്താണ്? എല്ലാം എഫക്റ്റീവ് കൊളീഷൻ ആവണം നിർബന്ധമില്ല. കൊളീഷൻ നടക്കണമെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം. ആക്ടിവേഷൻ എനർജി കൊടുത്ത് കൊളീഷൻ നടന്നു. പക്ഷെ കൊളീഷൻ നടന്നു എന്ന് വിചാരിച്ച് എല്ലാ കൊളീഷനുകളും എന്താണെന്ന് നിർബന്ധമില്ല, സക്സസ്ഫുൾ ആവണമെന്നില്ല. അങ്ങനെ സക്സസ്ഫുൾ ആയ കൊളീഷനുകളെയാണ് നമ്മൾ എഫക്റ്റീവ് കൊളീഷൻ എന്ന് വിളിക്കുന്നത്. ഈ എഫക്റ്റീവ് കൊളീഷൻ നടന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രൊഡക്റ്റ് ആവുന്നുള്ളൂ. എഫക്റ്റീവ് കൊളീഷൻ ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആവില്ല. അപ്പം നമ്മൾ മിനിമം എനർജി കൊടുക്കുന്നുണ്ട്, കൊളീഷൻ നടക്കുന്നുണ്ട്, പക്ഷെ എല്ലാ കൊളീഷനുകളും ഒരിക്കലും പ്രൊഡക്റ്റ് ആവില്ല. എന്തോരം കൊളീഷനുകളാണോ പ്രൊഡക്റ്റ് ആവുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫക്റ്റീവ് കൊളീഷനുകൾ എന്ന് വിളിക്കുന്നത്. The collision in which molecule collide with the sufficient kinetic energy and proper orientation. അപ്പോൾ സഫിഷ്യന്റ് കൈനറ്റിക് എനർജിയും പ്രോപ്പർ ഓറിയന്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് നടക്കുകയുള്ളൂ? കൊളീഷൻ എഫക്റ്റീവ് ആയിട്ട് നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള കൊളീഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫക്റ്റീവ് കൊളീഷൻ എന്ന് വിളിക്കുന്നത്. എഫക്റ്റീവ് കൊളീഷൻ ആണ് എന്തിലേക്ക് നയിക്കുന്നത്? പ്രൊഡക്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓൾ കൊളീഷൻ ഡസ് നോട്ട് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ്. എല്ലാ കൊളീഷനുകളും പ്രൊഡക്റ്റ് ആവില്ല. പ്രോപ്പർ ഓറിയന്റേഷൻ വേണം. ബോണ്ട് ഫോർമേഷനും ബോണ്ട് ബ്രേക്കേജും ഒക്കെ നടക്കണമെങ്കിൽ പ്രോപ്പർ ഓറിയന്റേഷൻ വേണമല്ലോ. എ പ്രോപ്പർ ഓറിയന്റേഷൻ ഓഫ് റിയാക്ടൻ മോളിക്യൂൾ ലീഡ് ടു ദ ബോണ്ട് ഫോർമേഷൻ
whereas improper orientation makes them simply bounce back and no products. Improper orientation ആണെങ്കിൽ വെറുതെ ബൗൺസ് ബാക്ക് ചെയ്യത്തുള്ളൂ, അത് കൊളൈഡ് ചെയ്യുകയോ പ്രൊഡക്റ്റ് ആവുകയോ ചെയ്യില്ല. കൊളൈഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്താവില്ല, എഫക്റ്റീവ് കൊളീഷൻ ആവില്ല. അപ്പൊ നമ്മൾ ഒരു റിയാക്ടന്റ് മോളിക്യൂൾസുകൾക്ക് റിയാക്ട് ചെയ്യാനുള്ള മിനിമം എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. മിനിമം എനർജി പ്രൊവൈഡ് ചെയ്തത് കൊളീഷൻ നടക്കുന്നു. കൊളീഷൻ നടന്ന് എല്ലാ കൊളീഷനുകളും എന്താകില്ല, എഫക്റ്റീവ് ആവില്ല. എല്ലാ കൊളീഷനും എഫക്റ്റീവ് ആകണമെങ്കിൽ എന്ത് വേണം, പ്രോപ്പർ ഓറിയന്റേഷനിൽ അതിന് സ്യൂട്ടബിൾ ആയ എനർജി ആവശ്യമാണ്. ഈ പ്രോപ്പർ ഓറിയന്റേഷനിൽ ഇരുന്നെങ്കിൽ മാത്രമേ ബോണ്ട് ഫോർമേഷൻ നടക്കുകയുള്ളൂ. പ്രോപ്പർ ഓറിയന്റേഷൻ അല്ല മോളിക്യൂളുകൾ ഇരിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും, അത് ബൗൺസ് ബാക്ക് ചെയ്യുള്ളൂ, അതൊരിക്കലും എഫക്റ്റീവ് കൊളീഷൻ ആകില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇത് പറയുന്നത് അതിൻ്റെ ഒരു പിക്ചറാണ്. ഓക്കെ, കൊളീഷൻ തിയറി ഡെവലപ്പ് ചെയ്തത് മാക്സ് ട്രൗട്ട്സ് ആൻഡ് വില്യം ലൂയിസ് ചേർന്നിട്ടാണ്. അതിൻ്റെ കൊളീഷന്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 11th സ്റ്റാൻഡേർഡിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 3 ടൈപ്പിലുള്ള വെലോസിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. ഈ തിയറി അനുസരിച്ച് റിയാക്ടർ മോളിക്യൂൾസ് ഹാർഡ് സ്പിയേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നും പരസ്പരം കൊളീഷൻ നടന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നൈട്രജനും ഓക്സിജനും റിയാക്ട് ചെയ്തിരിക്കുന്നു, അത് റിയാക്ട് ചെയ്ത് കൊളീഷൻ നടന്ന് പ്രൊഡക്റ്റ് ആവുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ. ഇനി ത്രെഷോൾഡ് എനർജിയാണ് പറയുന്നത്. ത്രെഷോൾഡ് എനർജി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. മിനിമം എനർജി കൊടുക്കുന്നു, മിനിമം എനർജിയുടെ ഹെൽപ്പോടുകൂടി അതിനെന്ത് നടക്കുന്നുണ്ട്, മിനിമം എനർജി പ്രൊവൈഡ് ചെയ്തു, മിനിമം എനർജി കൊണ്ട് ആക്ടിവേറ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ആക്ടിവേഷൻ എനർജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊളീഷനുകൾ നടക്കുന്നു, അങ്ങനെ ആക്ടിവേറ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു, അത് റീഅറേഞ്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അതിനുള്ള കൈനറ്റിക് എനർജിയും നമ്മൾ കൊടുക്കുന്ന ആക്ടിവേഷൻ എനർജിയും കൂടെ മേടിച്ച്, അപ്പൊ രണ്ടും കൂടി സമ്മാണ്. അത് രണ്ടും കൂടി ചേരണമാണ് എന്ത്, ത്രെഷോൾഡ് എനർജി. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിന് എന്ത് വേണം, ത്രെഷോൾഡ് എനർജി വേണം. അതിനുള്ള എനർജിയുടെ കൂടെ പ്ലസ് നമ്മൾ കൊടുക്കുന്ന ആക്ടിവേഷൻ എനർജി, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ആ മോളിക്യൂളിന് എന്ത് കിട്ടുന്നത്, ത്രെഷോൾഡ് എനർജി കിട്ടുന്നത്. ഇറ്റ് ഈസ് ദ എനർജി വിച്ച് മസ്റ്റ് ബി പൊസസ്ഡ് ബൈ എ മോളിക്യൂൾ ടു മേക്ക് എഫക്റ്റീവ് കൊളീഷൻ. എഫക്റ്റീവ് കൊളീഷൻ നടക്കാനായി ആവശ്യമായ മിനിമം എനർജിയാണ് എന്ത് വിളിക്കുന്നത്, ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. ഇനി റേറ്റ്, അതിന്റെ ഒരു ഇക്വേഷൻ റേറ്റിന്റെ അവിടെ എഴുതിയിട്ടുണ്ട്. റേറ്റ് ഈക്വൽ ടു പി ഈസ് കോൾഡ് ദ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിക് ഫാക്ടർ പി ഇൻറ്റു ZAB ഇൻറ്റു ഇ റൈസ് ടു മൈനസ് EA/RT. അപ്പോൾ ഒരു ടേമും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്രേ ഉള്ളൂ. ഇനി കൊളീഷൻ തിയറിയിലെ കൊളീഷൻ തിയറി, ആക്ടിവേഷൻ എനർജി ആൻഡ് പ്രോപ്പർ ഓറിയന്റ്. നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ മോളിക്യൂള് കൊളൈഡ് ചെയ്യണം. മോളിക്യൂള് കൊളൈഡ് ചെയ്യണമെങ്കിൽ അതിന് മിനിമം എനർജി വേണം, പ്രോപ്പർ ഓറിയന്റേഷനിലായിരിക്കണം. മിനിമം എനർജി ഇല്ലാത്ത കാരണമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, മിക്കവാറും എല്ലാ റിയാക്ഷനുകളും നടക്കണമെങ്കിൽ നമ്മളൊരു എനർജി അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതാണ് ആക്ടിവേഷൻ എനർജി. അതിനുള്ള എനർജിയും ആക്ടിവേഷൻ എനർജിയും കൂടെ ചേരുമ്പോൾ എന്തായിക്കോളും, ത്രെഷോൾഡ് എനർജി ആയിക്കോളും. ഇത്രയും ഉണ്ടെങ്കിൽ അത് റിയാക്ഷൻ നടന്നോളും. പക്ഷേ ഇത്രയും ഉണ്ടെന്ന് ഓർത്ത് മാത്രം റിയാക്ഷൻ നടക്കണം നിർബന്ധമില്ല. അപ്പൊ പിന്നെ എന്തുകൂടി വേണം, ആ മോളിക്യൂളുകളെല്ലാം പ്രോപ്പർ ഓറിയന്റേഷനിലായിരിക്കണം. പ്രോപ്പർ ഓറിയന്റേഷനിൽ അല്ലെങ്കിൽ എന്ത് നടക്കില്ല, റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഇംപ്രോപ്പർ ഓറിയന്റേഷൻ ആണ് ഈ ബൗൺസ് ബാക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പ്രോപ്പർ ഓറിയന്റേഷന്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ ഹാലോ ആൽക്കൻ ഹാലോരിയിലൊക്കെയാണ് ആക്ച്വലി പഠിക്കുന്നത്. പ്രോപ്പർ ഓറിയന്റേഷനിൽ ഇരിക്കുന്ന മോളിക്യൂളിന്റെ കൊളീഷൻ എങ്ങനെ നടക്കുന്നു, എങ്ങനെയാണ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നതെന്നുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് മീഥൈൽ ബ്രോമിൻ ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രോമോ മീഥൈൻ എന്ന് വിളിക്കും. ഇത് SN2 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈമോളിക്കുലർ റിയാക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോഫൈലിനെ വച്ചിട്ട് ഒരു ന്യൂക്ലിയോഫൈൽ കൊടുത്ത് മറ്റൊരു ന്യൂക്ലിയോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അത് ഇംപ്രോപ്പർ ഓറിയന്റേഷനിലാണ് ഈ പ്രൊഡക്റ്റ് ഇല്ല. ഓക്കെ, അതിന് പ്രോപ്പർ ഓറിയന്റേഷനിൽ നിന്നപ്പോൾ എന്തായി, അതിന് പ്രൊഡക്റ്റ് ആയി. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്, ഹാലോ ആൽക്കൻ ഹാലോരിയിലാണ്. അപ്പൊ ഇംപ്രോപ്പർ ഓറിയന്റേഷനിൽ നിന്നപ്പോൾ എന്ത് പറ്റി, അതിന് ബിആറിനെ റിമൂവ് ചെയ്തിട്ട് OH പോയി ഇരിക്കാൻ സാധിച്ചില്ല. അതേസമയത്ത് പ്രോപ്പറായിട്ട് ഓറിയന്റ് ചെയ്യുന്നപ്പോൾ ബിആറിന് പോകാനും OH വരാനും സാധിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ ഇരുന്നപ്പോൾ എന്ത് നടന്നില്ല, റിയാക്ഷൻ നടന്നില്ല. അതേസമയം അത് പ്രോപ്പറായിട്ട് ഓറിയന്റ് ചെയ്തിരുന്നപ്പോൾ എന്ത് പറ്റി, BR ഇവിടെയും ഹൈഡ്രജനും കാർബണും ഒക്കെ പ്രോപ്പറായിട്ട് ഓറിയന്റ് ചെയ്തിരുന്നപ്പം
ആക്ച്വലി SN2 മെക്കാനിസം എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈമോളിക്കുലർ റിയാക്ഷൻ ആണ്. അത് ഒരു ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. അതായത് പോകുന്നതും വരുന്നതും ഒരുമിച്ച് നടക്കണം. അതിന്റെ റിയാക്ഷൻ ഒരു ന്യൂക്ലിയോഫൈൽ പോകുന്നതും അടുത്ത ന്യൂക്ലിയോഫൈൽ വരുന്നതും ഒറ്റ സ്റ്റെപ്പിൽ നടക്കണം, എങ്കിലേ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് SN2 മെക്കാനിസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹാലോരിൽ പഠിക്കാം. അപ്പം ഇങ്ങനെ പ്രോപ്പറായിട്ട് ഓറിയന്റ് ചെയ്തിരുന്നപ്പോഴാണ് എന്ത് നടന്നത്, ഇത് ഇന്റർമീഡിയറ്റ് ആണ്, എന്ത് നടന്നത്, നമുക്ക് BR പോയിട്ട് OH വന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൊളീഷൻ തിയറി അതുപോലെ കാറ്റലിസ്റ്റിന്റെ എഫക്റ്റുകളാണ് പറഞ്ഞത്. കാറ്റലിസ്റ്റ് ഒരു ഓൾട്ടർനേറ്റ് പാത്വേ ആണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒത്തിരി മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ആക്ടിവേഷൻ എനർജി കുറയുവാണ്. ആക്ടിവേഷൻ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മോളിക്യൂളിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പരസ്പരം കൊളൈഡ് ചെയ്യാനും പ്രൊഡക്റ്റ് ഉണ്ടാവാനും പറ്റുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഇതിന്റെ ഈ ചാപ്റ്ററിൽ ഇന്ന് നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണുള്ളത്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.